സ്മൃതി ഇറാനി കമലഹാസനെ പൊളിച്ചടക്കി റിപ്പബ്ലിക് ചാനലിൽ അർണബ് ഗോസ്വാമിയുടെ സാന്നിധ്യത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ വ്രതമെടുത്ത് ഹിന്ദു ധർമ്മത്തിനെ നശിപ്പിക്കാൻ, നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നശിപ്പിക്കാൻ, തകർക്കാൻ ഹിന്ദു പേര് വെച്ച് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ ഏജൻസിയുടെ സാമ്പത്തിക സഹായം സ്വീകരിച്ച് എവിടെയെല്ലാം ഹിന്ദുക്കളെ അവഹേളിക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം അവഹേളിക്കുന്ന കമലഹാസൻ, സ്മൃതി ഇറാനി, അർണബ് ഗോസ്വാമി റിപ്പബ്ലിക് ചാനലിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ വളരെ വ്യക്തമായിട്ട് സ്മൃതി ഇറാനി പറഞ്ഞു, ഞാനൊരു പാർസിയാണ്, പാർസി ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ എനിക്ക് പെർമിഷൻ ഇല്ല. അതുകൊണ്ട് പാർസി സ്ത്രീകളെല്ലാം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്കും പോകാറില്ല, ഒരു ക്ഷേത്രത്തിലേക്കും പോകാറില്ല, ഒരു അനുഷ്ഠാനത്തെയും ലംഘിക്കാനായിട്ട് പോകാറില്ല. പിന്നെ ശബരിമലയിലേക്ക് സ്ത്രീകൾ പോവരുതെന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുപോലും മനസ്സിലാക്കാതെ നിങ്ങൾ ഈ വാദിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് അവിടുത്തെ അനുഷ്ഠാനം എന്താണ്, അവിടെ സ്ത്രീകൾക്ക് പോകാൻ പെർമിഷൻ ഇല്ലാത്ത അവസ്ഥയുണ്ടോ, അല്ല 10നും 50നും ഇടയ്ക്ക് മാത്രമേ അനുവാദമില്ലാത്ത അവസ്ഥയുള്ളോ എന്നീ കാര്യങ്ങളൊക്കെ പഠിച്ചു വേണ്ടേ ഇതൊക്കെ പറയാൻ എന്ന് ചോദിക്കുകയും ഒരു 1/2 ഡസൻ ചോദ്യം അർണബ് ഗോസ്വാമി ചോദിച്ച് അതിന് കൃത്യമായിട്ട് പദാനുപദം സൂപ്പർ ഇംഗ്ലീഷിൽ മറുപടി കൊടുത്ത് സ്മൃതി ഇറാനി തിളങ്ങിയപ്പോൾ കമലഹാസന്റെ മുഖം മാത്രമല്ല തലയും കുനിഞ്ഞു. നമ്മുടെ രാഷ്ട്രത്തെയും രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെയും പുരോഗമനവാദത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അവഹേളിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവര്, ഇവര് പറയുന്നതും ഇവർ ചെയ്യുന്നതും ഇവരുടെ കൂട്ടത്തിലുള്ളവർ പറയുന്നതും മറ്റ് ന്യൂനപക്ഷങ്ങളില് അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും ഒന്നും കൈവയ്ക്കാതെ ഹിന്ദുക്കളെ മാത്രം അവഹേളിക്കാൻ ഹിന്ദു പേര് ഇട്ട ക്രിസ്ത്യാനികള് അല്ലെങ്കിൽ ക്രിസ്ത്യൻ പേര് മറച്ചു വെച്ച് ഹിന്ദു ടൈപ്പ് പേര് പ്രൊജക്റ്റ് ചെയ്തിട്ട് നടത്തുന്ന ഓരോ അവഹേളനാത്മകമായിട്ടുള്ള മീഡിയ ചർച്ചകളിൽ സ്മൃതി ഇറാനിയെ പോലെ കറക്റ്റായിട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട പോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിരുന്നു എങ്കിൽ എടുക്കാൻ വിമുഖത കാണിക്കുന്നവർക്ക് പോലും എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ വരുമെന്ന് മാത്രമല്ല, സമൂഹം ഇവരുടെയെല്ലാം ഈ വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ അടവ് തട്ടിപ്പ് നയവും കൂടി മനസ്സിലാക്കാൻ അത് നല്ല രീതിയിൽ സഹായിക്കും. നോർത്ത് ഇന്ത്യൻ ചാനലുകളിൽ വേണ്ട അറിവുകൾ ശബരിമലയെക്കുറിച്ച് കൊടുക്കാൻ RSSകാർക്കും സാധിച്ചില്ല, BJPക്കാർക്കും സാധിച്ചില്ല. ഏതായാലും ഇറാനിലെ പേർഷ്യ എന്ന ഭാഗത്ത് നിന്ന് ഭാരതത്തിൽ കുടിയേറി പാർത്ത സ്മൃതി ഇറാനി എന്ന പാർസിക്ക് അത് സാധിച്ചതിൽ സന്തോഷമുണ്ട്.